Hi all, welcome back to our channel. ഇന്ന് ഞങ്ങൾ ഒരു നല്ല രുചികരമായ കൊഞ്ച് റോസ്റ്റിന്റെ പ്രിപ്പറേഷനുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 500 ഗ്രാം കൊഞ്ചാണ് നമ്മൾ ഇതിനു വേണ്ടി വൃത്തിയാക്കി എടുക്കുന്നത്. കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ തലയും തോടും കളഞ്ഞതിന് ശേഷം മുതുകത്തായിട്ടൊന്ന് കീറി അവിടെയുള്ള വേസ്റ്റ് എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് വയറിന് കേടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ കൊഞ്ച്. ഇതിൻ്റെ അകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യമേ 1 സ്പൂണ് മുളക് പൊടി, അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, ഇത് ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിനി മിക്സ് ചെയ്യണം. കൈവച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി. അരമണിക്കൂറിന് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം അതിലേക്കൊരു 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് ഓരോന്നായി ഇട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊഞ്ചിനധികം വേവില്ലാത്തതുകൊണ്ട് നമ്മളൊരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച ശേഷം അത് മറിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. രണ്ട് സൈഡും ഇപ്പം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം ഇട്ടതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കൊഞ്ച് കൂടെ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ കൊഞ്ചെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ഒരു ഇഞ്ചി, അതിൽ നിന്ന് ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ് ഈ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 20-25 ചെറിയ ഉള്ളി, അത് സ്ലൈസ് ചെയ്താണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് മൂത്ത് വരുന്നിടം വരെ ഇത് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇടാം. അത് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം. ഇതാകുമ്പോൾ കശ്മീരി ചില്ലി ആകുമ്പോൾ നമുക്കൊരു ചെറിയ കളർ കൂടെ കിട്ടും. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിക്കുക. മുളക് പൊടിയുടെ പച്ച മണമൊക്കെ മാറി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു ചെറിയ സൈസ് തക്കാളി കഷ്ണമാക്കി മുറിച്ച് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി വേവുന്നതിനാവശ്യമായ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി വെന്ത് വെള്ളം വറ്റി വരുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കാം. ലേശം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് നമുക്ക് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് കൂടി പൊടിച്ചിടാം.
അവസാനമായി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരേണ്ടതുണ്ട്. അതിന് നമുക്ക് തുറന്ന് വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കൊഞ്ച് റോസ്റ്റ് വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്